ഞാൻ സ്റ്റാറ്റസ് ഇടാനോ? എന്തിനാണ് സ്റ്റാറ്റസ് ഇട്ട് നാട്ടുകാരെ വീട്ടുകാരെ മുഴുവൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? സ്റ്റാറ്റസ് ഇട്ടോ മോൻ ഇഷ്ടമില്ലാത്ത ഒന്നും മോൻ ചെയ്യണം. ഈ പോക്കാണെങ്കിൽ നാളെ രാവിലെ ഡിവോഴ്സും കൂടെ തിരിച്ച് കുഴപ്പമുള്ളതോട്ട് പോകും. അതാണ് എന്റെ ഭാഗ്യം പോലെ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പും മുളകും പ്രൊമോയില് നമ്മുടെ ലച്ചുവിന് ഒരു ആഗ്രഹം. അതെന്താണെന്നല്ലേ, ലച്ചു 2-3-4 ഫോട്ടോസ് നമ്മുടെ സിദ്ധുവിന് അയച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, സിദ്ധു വേഗം സ്റ്റാറ്റസ് ഇടണം എന്ന് പറയാം. അപ്പൊ ഇത് കേട്ടപാടെ നമ്മുടെ ശിവാനി പറയുന്നുണ്ടേ, എന്തിനാ ചേച്ചി വെറുതെ നാട്ടുകാരെയൊക്കെ കാണിച്ചു പിന്നെ അവരുടെ കണ്ണും കൂടെ കിട്ടുന്നേ, നിങ്ങൾക്ക് മനസമാധാനമായിട്ട് ഇവിടെ ഇരുന്നാ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സിദ്ധുവും പറയുന്നുണ്ട്, സ്റ്റാറ്റസോ ഞാനോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. അതായത് അപ്പൊ സിദ്ധുവിനെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ലച്ചു ആണെങ്കിൽ ഇതേ മര്യാദ കിട്ടോ, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് സിദ്ധു നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പൊ ശിവാനി പറയുന്നുണ്ട്, ശേ ഇത് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭവാനി അമ്മൂമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടേ. എന്നിട്ട് ലച്ചുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ശിവാനി, കാര്യങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാനാണ് ചേച്ചിയുടെ തീരുമാനമെങ്കിൽ സിദ്ധു അളിയൻ ഡിവോഴ്സിനും നോട്ടീസ് അയച്ചിട്ട് സിദ്ധു അളിയൻ കുഴപ്പത്തേക്ക് പോകും, അപ്പൊ ചേച്ചിക്ക് സമാധാനമാകും എന്ന് ഭയങ്കര കട്ടക്കലിപ്പിൽ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ലച്ചു, അയ്യോ എന്റെ സിദ്ധു പോകോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. നമ്മുടെ ശിവാനിയും കേശും കൂടെ ആശ്വസിപ്പിക്കുന്നുണ്ടേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ സിദ്ധുളിനെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. സിദ്ധുളിനെ അങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ തയ്യാറും അല്ല, എന്നാൽ ലച്ചുവിനെ വേദനിപ്പിക്കാൻ തയ്യാറുമല്ല. അപ്പൊ സിദ്ധുളിനെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.